ചോദിച്ചാൽ ഒറ്റ ശാസ്ത്രത്തിൽ ആർക്കും പറയാൻ സാധിക്കും. CPM-കാരന് പറയാൻ സാധിക്കും നിങ്ങളെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചോദിക്കട്ടെ. സഖാവ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ഇടതുപക്ഷത്തിന്റെ 20 സ്ഥാനാർത്ഥികളെ ഒറ്റ ശാസ്ത്രത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ സാധിക്കോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിന്റെ പേര് ഞാൻ എത്രയോ തവണ കാണാതെ പഠിച്ചാണ്, ഇന്നോട് ഇപ്പോഴും മറന്നുപോയി. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയോ? സ്ഥാനാർത്ഥികളുടെ പേര് പറയാൻ കഴിയില്ല. അങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥികളുടെ പേര് പോലും പറയാൻ കഴിയാത്ത വിധം ഈ പാർട്ടി അപപതിച്ചിരിക്കുന്നു. എന്നാൽ ആരാ UDF-ന്റെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി? ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരായി അഹമ്മദ് സാഹിബിനെതിരെ വലിയ പ്രചരണങ്ങളൊക്കെ നടന്നല്ലോ. അഹമ്മദ് സാഹിബ് പാർലമെന്റിലേക്ക് പോയി, അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി, അദ്ദേഹം ഒരു സേവനവും ചെയ്തില്ല, ഒരു നന്മയും ചെയ്തില്ല, ഈ നാടിന് വികസനം കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകൾ ഫേസ്ബുക്കിലൊക്കെ വലിയ പോസ്റ്റിൽ നിന്നാണ് സഖാവ് TK ഹംസ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. സഖാവ് TK ഹംസ കാണാത്ത ഒരു പോസ്റ്റുണ്ട് ഫേസ്ബുക്കിൽ. ആലപ്പുഴയിലെ നൌഷാദിന്റെ പോസ്റ്റ്. എന്താ നൌഷാദ് പറഞ്ഞത്? ഞാൻ സൗദി അറേബ്യയിലെ ജയിലറക്കുള്ളിൽ കിടക്കുമ്പോൾ എന്റെ 2 കണ്ണുകൾ ചൂണ്ടെടുക്കാൻ വേണ്ടി സൗദി ഗവൺമെന്റ് തീരുമാനിച്ചു. ഞാൻ എല്ലാ ദിവസവും പൊട്ടിക്കരയും. എന്റെ മക്കളെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന വേവലാതിയിൽ, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ ഇനിയൊരു നോക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന പ്രയാസത്തിൽ ഞാൻ ഓരോ ദിവസവും പൊട്ടിക്കരയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടത്. എനിക്ക് അള്ളാഹു നൽകിയ എന്റെ 2 കണ്ണുകൾ എനിക്ക് നൽകാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരു മനുഷ്യൻ കടന്നു വന്നു, അള്ളാഹുവിന്റെ ദൂതുമായി. ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, UDF-ന്റെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായ ഈ അഹമ്മദാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൌഷാദ് പോസ്റ്റ് ഇടും. നൌഷാദ് പറയാൻ അള്ളാഹ് എനിക്ക് നൽകിയ കണ്ണുകളില്ലേ, ആ 2 കണ്ണുകൾ എനിക്ക് തിരിച്ചു നൽകിയ അള്ളാഹുവിന്റെ ദൂതുമായി കടന്നു വന്ന ഈ അഹമ്മദിന് മാർക്കെഴുതാൻ, ഈ അഹമ്മദിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സുഡാപ്പിക്കാരനും വളർന്നിട്ടില്ല എന്ന് ഈ ആലപ്പുഴയിൽ നൌഷാദ് പോസ്റ്റിട്ടത് സഖാവ് TK ഹംസ കണ്ടില്ലേ? ഇറാഖിൽ 3 പഞ്ചാബികൾ ബന്ദികളാക്കിയപ്പോ, ഭീകരവാദികൾ ബന്ദിയാക്കിയപ്പോ രാജ്യം മുൾമുനയിൽ ആശങ്കയിൽ നിൽക്കുകയാണ്. ഏത് രാജ്യമാണ് നമ്മുടെ രാജ്യം? കാന്തഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ടുപോയോ? അതിന് പകരമായി ആ വിമാനം മോചിപ്പിക്കാൻ വേണ്ടി, ആ വിമാനത്തിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ കൊടും ഭീകരനെ പകരമായി വിട്ടുകൊടുത്ത ഒരു രാജ്യം. എന്തു ചെയ്യണം എന്നറിയാതെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കാൻ, ആ കമ്മിറ്റിയുടെ തലപ്പത്ത് നിയമിക്കാൻ ഇന്ത്യയുടെ 545 പാർലമെന്റ് MP-മാരുള്ള ഈ രാജ്യത്ത് മറ്റൊരു പേര് പോലും മൻമോഹൻ സിംഗിന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. ആ പേര് മറ്റാരുമായിരുന്നില്ല, മലപ്പുറത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി ഈ അഹമ്മദാണെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. എന്തിനാ ഒരാളെ മലപ്പുറത്ത് നിന്ന് പാർലമെന്റിലേക്ക് അയക്കുന്നത്? എന്തിനാ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഈ മലപ്പുറത്തെ ഏതെങ്കിലും കല്യാണ വീട്ടിലെ കല്യാണച്ചെമ്പ് മോറാനല്ല എന്ന് ഈ രാജ്യത്തെ വോട്ടർമാരുടെ മുമ്പിൽ UDF-കാരൻ പറയുന്നു. അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അതൊക്കെ മാറ്റിവെച്ച് അതൊക്കെ പറഞ്ഞാലും CPM-കാരന് മനസ്സിലാവുന്നില്ല, SDPI-കാരന് മനസ്സിലാവുന്നില്ല, രാഷ്ട്രീയ വിമർശകർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് SDPI-കാരനോട് മലപ്പുറം എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എണ്ണി പറയുമ്പോൾ പൊട്ടം കളിക്കും. CPM-കാരനോട് ഉത്തരം എണ്ണി പറയുമ്പോൾ പൊട്ടം കളിക്കും. ഒന്നും മനസ്സിലായില്ല എന്ന ഭാഷയിൽ നടിക്കുക. ചില ആൾക്കാർ അങ്ങനെയാണ്, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. മുമ്പൊരു കണ്ണുപൊട്ടൻ ഒരു മരിച്ച വീട്ടിൽ ചെന്നൊരു കഥയുണ്ട്. ഒരു കണ്ണുപൊട്ടൻ മരിച്ച വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഇയാൾ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, ഇയാൾ മോര് കുടിച്ചോണ്ടിരിക്കുമ്പോ മോര് തരിമുക്ക് പോയിട്ട് മരിച്ചാൻ പറഞ്ഞു. അപ്പൊ ഈ കണ്ണുപൊട്ടൻ ചോദിച്ചു, ഈ മോരെന്ന് പറഞ്ഞ സാധനം എന്താണ്? അപ്പൊ അയാൾ പറഞ്ഞു, കേട്ടോണ്ടിരുന്ന ആൾ അതൊരു വെളുത്തിട്ടൊരു സാധനം. അയാൾ ചോദിച്ചു, ഈ വെളുപ്പെന്ന് പറഞ്ഞ സാധനം എന്താണ്? ഞാൻ വെളുപ്പും കണ്ടിട്ടില്ല, മോരും കണ്ടിട്ടില്ല, എന്താണ് ഈ വെളുപ്പെന്ന് ചോദിച്ചു. അത് പാല് പോലെയാണ്. ഈ കണ്ണോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജന്മന അന്ധനാണ്, ഞാൻ കണ്ണ് കാണാത്ത ആളാണ്, ഞാൻ പാല് കണ്ടിട്ടില്ല, ഞാൻ മോരും കണ്ടിട്ടില്ല, വെളുപ്പ് എന്താണെന്ന് അറിയില്ല, എന്താണ് നിങ്ങൾ ഈ പറയുന്ന വെളുപ്പെന്ന് വീണ്ടും ചോദിച്ചു. അപ്പൊ അയാൾ ഗത്യം തരില്ല. അയാൾ പറഞ്ഞു, പാടത്തൊക്കെ ഉണ്ടാകുന്ന കൊക്കില്ലേ, ആ കൊക്കിന്റെ നിറന്ന് പറഞ്ഞു. ഇയാൾക്കാട്ട് ദേഷ്യം പിടിച്ച് കണ്ണോട്ടം. ഇയാൾ വളരെ ചൂടായി സംസാരിച്ചപ്പോ ഇയാൾ പിന്നെ ഒരു നിവൃത്തിയിലാണ് വന്നപ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെയാണ് കൊക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കണ്ണോട്ടം ഇങ്ങനെ തടവി നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെയുള്ള മോര് കുടിച്ച് ആരും മരിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ അതുപോലെയാണ് CPM-കാരൻ, അതുപോലെയാണ് SDPI-കാരൻ. കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അത്രമാത്രം വിഡ്ഢികളാണ് എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ഈ
ഈ CPM-കാരനെ പോലെ, ഈ SDPI-കാരനെ പോലെ, ഈ രാഷ്ട്രീയ എതിരാളികളെ പോലെ മലപ്പുറത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എണ്ണുമ്പോ, മെയ് 16-ാം തീയതി ബാലറ്റ് പേപ്പർ എണ്ണുമ്പോ ഈ മണ്ഡലത്തിൽ നിന്നും UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് വിഡ്ഢികളായത് എന്ന്. ഈ നാട്ടിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, അവർ ബുദ്ധിയുള്ളവരാണ്. ഇതൊരു പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, ഇതൊരു മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. നമ്മൾ എന്തിനാ മോഡിയെ എതിർക്കുന്നത്? ഇവിടെ പറഞ്ഞില്ലേ ആരാണ് മോഡി, എന്തിനാ നമ്മൾ മോഡിയെ എതിർക്കുന്നത്? ഇവിടെ SDPI-ക്കാരൻ പറയുന്നു ഞങ്ങൾ RSS-ന് ബദലായി ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, SDPI പറയുന്നത് ആത്മാർത്ഥമാണെങ്കിൽ അവരാർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? നരേന്ദ്രമോദിക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ള MP-മാർ ആരാണ്? കേരളത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ 16 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ ജയിച്ചു. ആ 16 സീറ്റുകൾ ജയിച്ചപ്പോ ആ MP-മാർ നരേന്ദ്രമോദിക്കെതിരായി BJP-ക്കെതിരായി കൈപൊക്കിയില്ലേ? അവർക്കല്ല വോട്ട് ചെയ്യേണ്ടത്. അവർ വോട്ട് ചെയ്യില്ല. എന്താ കാരണം? അവർക്കാവശ്യം നരേന്ദ്രമോദിയെ പ്രതിരോധിക്കലല്ല, അവർക്കാവശ്യം പണമാണ്. നിങ്ങൾ നോക്കി, BJP ഈ രാജ്യം എത്രയോ തവണ ഭരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്, ലീഗ് കേരളത്തിന്റെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, CPM കേരളത്തിന്റെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഈ ലീഗും CPM-ഉം ഒക്കെ കേരളം ഭരിച്ചിട്ടും അവർക്കൊന്നും നടത്താൻ കഴിയാത്ത പ്രചരണങ്ങളാണ് CPM നടത്തുന്നത്. എത്രമാത്രം വലിയ പണക്കൊഴുപ്പാണ്! എവിടുന്നാണ് ഈ പണക്കൊഴുപ്പ് അവിടുന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംഘടിത ശക്തിയെ തകർക്കാൻ ന്യൂനപക്ഷങ്ങളുടെ വിരുദ്ധ ചേരിയിൽ നിന്നും വ്യാപകമായി പണം ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉത്തർപ്രദേശിലെ പീസ് പാർട്ടി മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്നാണ് അവകാശവാദം. ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? നിങ്ങൾക്ക് വിശ്വാസം വരില്ല, BJP-യാണ്. നരേന്ദ്രമോദിയാണ് ഉത്തർപ്രദേശിലെ പീസ് പാർട്ടിയുടെ സ്പോൺസർ. ആരാണ് SDPI-യുടെ സ്പോൺസർ? ഈ നരേന്ദ്രമോദിയെ പോലെ, BJP-യെ പോലെ ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ സംഘടിത ശക്തിയെ തകരണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഈ SDPI ഉൾപ്പെടെയുള്ള NDF ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഈ സംഘടനകളുടെ പിറകിലുണ്ടോ എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മളെന്തിനാ മോഡി എതിർക്കുന്നത്? നമ്മളെന്തിനാ നരേന്ദ്രമോദി എതിർക്കുന്നത്? നിങ്ങൾ ഓർക്കണം, ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് BJP-യുടെ ഇലക്ഷൻ ചീഫായി നരേന്ദ്രമോദിയെ BJP തെരഞ്ഞെടുക്കുന്നത്. നരേന്ദ്രമോദി ഇലക്ഷൻ ചീഫായപ്പോൾ നരേന്ദ്രമോദി എന്താ ചെയ്തത്? തൊട്ടടുത്ത മാസം ഓഗസ്റ്റ്, കൃത്യമായി പറഞ്ഞാൽ ജൂലൈയിൽ, അമിത്ഷാ എന്ന് പറയുന്ന ഗുജറാത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി, ഗുജറാത്തിലെ കൂട്ടക്കൊലക്ക് തനിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്ത അമിത്ഷാക്ക് ഉത്തർപ്രദേശിന്റെ ചുമതല കൊടുത്തു. തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 27-ാം തീയതി ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ ഖവ്വാൽ എന്ന ഗ്രാമത്തിൽ കലാപം ആരംഭിച്ചു. തൊട്ടടുത്ത മാസം സെപ്റ്റംബറിൽ BJP-യുടെ ദേശീയ നിർവാഹക സമിതി യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നിങ്ങളിത് നാലും ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പം മനസ്സിലാവും. ജൂൺ മാസത്തിൽ BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ജൂൺ മാസത്തിൽ ഇലക്ഷൻ ചീഫായി പ്രഖ്യാപിച്ചു. ജൂലൈയിൽ അമിത്ഷാ ഉത്തർപ്രദേശിന്റെ ചാർജ് കൊടുത്തു. ഓഗസ്റ്റിൽ അവിടെ കലാപമുണ്ടായി. മുസഫർ നഗറിൽ ഈ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി മുസഫർ നഗറിലൂടെ കാണിച്ചു കൊടുത്തപ്പോ BJP-യുടെ ദേശീയ നേതൃത്വം ഉടൻ യോഗം ചേർന്ന് BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്വാനിയുടെ എതിർപ്പുകൾ വകവെക്കാതെ നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഇനിയും കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഗുജറാത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. എല്ലാവരും പ്രസംഗിക്കും നരേന്ദ്രമോദി ഗുജറാത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായി. 3 തവണയല്ല, 4 തവണ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി. ആദ്യം മുഖ്യമന്ത്രിയായത് 2001-ലാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേൽ. കേശുഭായ് പട്ടേലിനെ മുൻനിർത്തി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വീണ്ടും ഗുജറാത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് കേശുഭായ് പട്ടേലിന് പ്രതിച്ഛായ മോശമാണ് എന്ന് അന്നത്തെ BJP-യുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. അന്ന് വടക്കേക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ആളാണ് നരേന്ദ്രമോദി. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 2001-ൽ കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു. കരുണാകരൻ മാറിയപ്പോ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതുപോലെ, ഉമ്മൻചാണ്ടി രാജിവെച്ചപ്പോ, ആന്റണി രാജിവെച്ചപ്പോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതുപോലെ കേശുഭായ് പട്ടേലിനെ മാറ്റി
2001 നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി. നരേന്ദ്രമോദി എന്താ ചെയ്തത് ഇവിടെ പറഞ്ഞില്ലേ? 2002 ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിന് തീ വെച്ചു എന്ന വാദത്തിന് നിങ്ങൾ അടിവരയിടണം. എന്താ കാര്യം? കർസേവൊക്കെ പോയവർ തിരിച്ചു വരുമ്പോഴാണ് സബർമതി എക്സ്പ്രസിന് ആരോ തീ വെക്കുന്നത്. കൊല്ലപ്പെട്ടവർ 58 പേർ. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും. ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും വീട്ടിൽ ഇന്ത്യയിലെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകന്മാർ ഒരു അന്വേഷണം നടത്തിയപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടത്. എന്താണെന്നറിയോ? നേതാക്കന്മാരും അണികളും ഒരുമിച്ചാണ് കർസേവൊക്കെ പോയത്. തിരിച്ചു വരുമ്പോൾ നേതാക്കന്മാരില്ല, അണികൾ മാത്രം. ഈ സബർമതി എക്സ്പ്രസിൽ നേതാക്കന്മാരും അണികളും അയോധ്യയിലേക്ക് കർസേവൊക്കെ പോയി. തിരിച്ചു വരുമ്പോ നേതാക്കന്മാരൊക്കെ അവിടെ ഇറങ്ങി, അണികൾ മാത്രം തിരിച്ചു വന്നു. സബർമതി എക്സ്പ്രസിന് ഗോദ്രയിൽ വെച്ച് ആരോ തീ വെച്ചു. കൊല്ലപ്പെട്ട 58 പേരിൽ ഒരു പ്രാദേശിക നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട 58 പേരുടെ കുടുംബാംഗങ്ങളാണ്, ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകന്മാരോട്. ആ സംഭവം ഉണ്ടായപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞു, മുസ്ലിങ്ങളുടെ മേൽ ഹിന്ദുക്കൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇതാരാ പറഞ്ഞത്? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലുമാണോ? ഗുജറാത്തിലെ മുൻ DGP ആയ മലയാളിയായ RB ശ്രീകുമാർ പറഞ്ഞു, മുസ്ലിങ്ങളുടെ മേൽ ഹിന്ദുക്കൾക്ക് പ്രതികാരം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. IPS-കാരനായ സഞ്ജീവ് ഭട്ട് പറഞ്ഞു, ഞാൻ എന്റെ കാതുകൾ കൊണ്ട് കേട്ടു, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി, ന്യൂനപക്ഷങ്ങളുടെ മേൽ അവിടെയുള്ള ഭൂരിപക്ഷത്തിന് പ്രതികാരം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. കൂട്ടക്കശാപ്പ് നടന്നു. ഗർഭിണിയായ മുസ്ലിം സ്ത്രീ കൗസർ ബാനുവിന്റെ വയറ് കുത്തി തുറന്ന് ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കോർത്തെടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം നമ്മോട് മറന്നുപോയിട്ടില്ല. ചോദിക്കട്ടെ, ഒരു നാട്ടിൽ കലാപമുണ്ടായാൽ ആ നാട്ടിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഭരണാധികാരികൾ ഭയക്കും. നരേന്ദ്രമോദി എന്താ ചെയ്തത്? 6 മാസം മുമ്പേ നിയമസഭ പിരിച്ചുവിട്ടു. ഭൂരിപക്ഷ സമുദായത്തെ വർഗീയത പറഞ്ഞ് കൂടെ നിർത്തി, ന്യൂനപക്ഷ സമുദായത്തെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തി. പിന്നീട് തുടർച്ചയായി 3 തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി കടന്നു വന്നു. ഗുജറാത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ തന്ത്രം രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഉത്തർപ്രദേശിലെ മുസഫർ നഗർ നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ മുസഫർ നഗർ തെരഞ്ഞെടുത്തത്? എന്തിനാ ഉത്തർപ്രദേശ് തെരഞ്ഞെടുത്തത്? BJP ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങൾ വേറെയുണ്ട്? അമിത്ഷാക്ക് അവിടെ ചാർജ് കൊടുത്തപ്പോലെ അമിത്ഷാക്ക് അവിടെ കലാപുണ്ടാക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേരളത്തിൽ 20 സീറ്റാണെങ്കിൽ അതിന്റെ 4 ഇരട്ടി വലുപ്പം 80 സീറ്റുണ്ട് ഉത്തർപ്രദേശിൽ. 96-ലാണ് BJP ആദ്യമായി രാജ്യത്തിന്റെ അധികാരം കസറിലേക്ക് വന്നത്. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് UP-യിൽ നിന്നും കിട്ടിയ 10 സീറ്റ്. ഈ 10 സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് 50 സീറ്റെങ്കിലുമായില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് നരേന്ദ്രമോദി കടന്നു വരാൻ കഴിയില്ല. അതിന് അമിത്ഷാ എന്താ ചെയ്തത്? ഇനി നരേന്ദ്രമോദിക്ക്, അമിത്ഷാക്ക്, BJPക്ക് ബാബരി മസ്ജിദ് പറയാൻ കഴിയില്ല. ഇനി രാമക്ഷേത്രം പറയാൻ കഴിയില്ല. പറയണമെങ്കിൽ ബാബരി മസ്ജിദ് അവിടെ നിലനിൽക്കണമായിരുന്നു. ബാബരി മസ്ജിദ് തകർത്തു കഴിഞ്ഞു. അമിത്ഷാ എന്താ പറഞ്ഞത്? അമിത്ഷാ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ പോയിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾ ഇവിടെ ലവ് ജിഹാദ് നടപ്പിലാക്കാൻ പോകുന്നു. എന്താ ലവ് ജിഹാദ്? നമുക്കറിയാം. ആ മുസ്ലിം പെൺകുട്ടികളുടെ വയറ്റിൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭ്രൂണം വളർത്തുന്ന ഒരു പദ്ധതിയാണ്. അവിടെയുള്ള ആളുകൾക്ക് മുസ്ലിങ്ങളുടെ മേൽ സംശയമായി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതി കവ്വാൽ ഗ്രാമത്തിൽ ഒരു അമുസ്ലിം പെൺകുട്ടിയുമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് കാണാനിടയായി. അവിടെയുള്ള ഹിന്ദു യുവാക്കൾ ഈ മുസ്ലിം ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തു. അവിടെ സംഘർഷമുണ്ടായി. ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി. പ്രതികാരമായി 2 അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി. ഇതാണ് ഏറ്റവും പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ BJPയുടെ MLA സംഗീത് സോമ എന്ത് ചെയ്തെന്നറിയോ? 2 വർഷം മുമ്പ് പാകിസ്ഥാനിൽ ഏതോ 2 ചെറുപ്പക്കാരെ ആരോ കൊലപ്പെടുന്ന ദൃശ്യം യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഡൗൺലോഡ് ചെയ്തു മൊബൈൽ ഫോണിലേക്ക്. ഇത് MMS വഴി മുഴുവൻ ഹിന്ദു സമുദായത്തിനിടയിലും ഇത് പ്രചരിപ്പിച്ചു. ഇത് കണ്ട ഹിന്ദു യുവാക്കൾ വർഗീയ വികാരം കാലിക്കറ്റ് മുസ്ലിങ്ങളെ പിന്നെ കൂട്ടക്കശാപ്പ് ചെയ്തു. ഞാൻ 3 തവണ മുസഫർ നഗറിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള മുസ്ലിങ്ങൾ പറഞ്ഞു, ഈ രാജ്യം വിഭജിച്ചപ്പോഴും പോലും കലാപമുണ്ടാകാത്ത ഉത്തർപ്രദേശിലെ ഏക ഗ്രാമമാണ് മുസഫർ നഗർ. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ പോലും ഉത്തർപ്രദേശിലെ തെരുവുകളിൽ മുഴുവനും മനുഷ്യ കബന്ധങ്ങൾ കുഞ്ഞുകൂടിയപ്പോ ഒരു മനുഷ്യനെ പോലും കൊല ചെയ്യാത്ത, ഒരു സംഘർഷം പോലും ഉണ്ടാകാത്ത ഉത്തർപ്രദേശിലെ ഏക ജില്ലയാണ് മുസഫർ നഗർ ജില്ല. എന്താ കാരണം എന്നറിയോ? ഹിന്ദുക്കളും മുസ്ലിങ്ങൾ കരിമ്പ് കൃഷി ചെയ്യും.
ജാട്ട് സമുദായവും മുസ്ലിങ്ങളും ഒരുമിച്ച് കരിമ്പ് കൃഷി ചെയ്യും. ആ കൃഷി കഴിഞ്ഞ് ഉച്ചക്ക് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരു ടെന്റിൽ അവർ വിശ്രമിക്കും. അവർക്കിടയിൽ ജാതി ഉണ്ടായിരുന്നില്ല, അവർക്കിടയിൽ മതമുണ്ടായിരുന്നില്ല, അവർക്കിടയിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴോ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തേക്ക് ഹിന്ദുക്കൾക്ക് പോകാൻ കഴിയില്ല, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളിടത്തേക്ക് മുസ്ലിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കണ്ടാൽ മിണ്ടാൻ കഴിയാത്ത വിധം അകന്നുപോയി. യു പിയിൽ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ വർഗീയമായി ചേരിതിരിവുകൾ ഉണ്ടാക്കി. രാജ്യവ്യാപകമായി നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ഇതാണ്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? CPM ഇതിനെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് അഹമ്മദ് സാഹിബ് വയസ്സ് കൂടിപ്പോയിന്ന്. 2009 ഇവരെന്താ പറഞ്ഞത്? 2009 ഇവർ പറഞ്ഞു ആണവ കരാർ നടപ്പിലാക്കിയ ആളാണ് അഹമ്മദ് സാഹിബ്. ഇല്ല, നിങ്ങൾക്ക് ഓർമ്മല്ലേ? അഹമ്മദ് സാഹിബ് ആണവ കരാറിന് ഒപ്പുവെച്ച ആളാണ്. ആണവ കരാർ നടപ്പിലാക്കുക വഴി അമേരിക്കയുടെ മുമ്പിൽ നമ്മുടെയൊക്കെ മുട്ടുമടക്കേണ്ട, മട്ടല് വിളക്കേണ്ട സാഹചര്യമുണ്ടായി. അല്ലേ എല്ലായിടത്തും വന്ന് പ്രസംഗിച്ചത്? നമ്മൾ മലപ്പുറത്തുകാർ സാമ്രാജ്യത്വ വിരുദ്ധരാണ്, നമ്മൾ അമേരിക്കക്കെതിരാണ്. അമേരിക്കൻ വിരുദ്ധ വികാരം മുതലാക്കാൻ വേണ്ടി ഈ മലപ്പുറം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം വന്നിട്ട് പ്രസംഗിച്ചു CPMകാർ. ആണവ കരാർ ഒപ്പുവെക്കുക വഴി നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കിയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 2014 നമ്മൾ മുട്ടുമടക്കിയോ? ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവസാനമായി നടത്തിയ പത്രസമ്മേളനം പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ 10 വർഷമായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി, നിങ്ങൾ നടപ്പിലാക്കിയ ഏറ്റവും വലിയ പദ്ധതി എന്താണ്? മൻമോഹൻ സിംഗ് പറഞ്ഞു, ഞാൻ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ആണവ കരാറിൽ ഒപ്പുവെച്ചതാണ്. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി, നിങ്ങൾ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി, നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പിലാക്കി, എന്താ ആണവ കരാറിന്റെ പ്രത്യേകത? ഒന്നും പറയാതെ മൻമോഹൻ സിംഗ് പറഞ്ഞു, 47 മുതൽ 2006 വരെ ഈ രാജ്യം ഉൽപ്പാദിപ്പിച്ച ഊർജത്തിന്റെ എത്രയോ ഇരട്ടി ഉൽപ്പാദിപ്പിക്കാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് UPAക്ക് സാധിച്ചു. നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഊർജമാണ്. ആ ഊർജം ഉൽപ്പാദിപ്പിക്കുക വഴി ഈ രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടായി. CPM എന്താ പറഞ്ഞത്? നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കും. 2014 നമ്മൾ മുട്ടുമടക്കിയോ? ഇവിടെ പറഞ്ഞില്ലേ, ദേവയാനി വിഷയത്തിൽ അമേരിക്കയെ പോലും വിറപ്പിക്കുന്ന ഒരു സാഹചര്യം, ഒരു നിലപാട് ഇന്ത്യ എടുത്തില്ല. നമുക്ക് ഓർമ്മ ഒരു കുട്ടി ഒരു വല്യാപ്പനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആണവ കരാറിനെ കുറിച്ച്. ഒരു കുട്ടി ഒരു വല്യാപ്പനോട് ചോദിച്ചു, വല്യാപ്പ ഈ ആണവ കരാർ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് ചോദിച്ചു. വല്യാ പറഞ്ഞു, മോനെ ഞാൻ ഈ ആണവ കരാറെന്ന് പത്രത്തെ കണ്ടാൽ അപ്പം പത്രം മാറ്റി വെക്കുന്നു. കുട്ടി പറഞ്ഞത് പണ്ടത്തെ പോലെ അല്ല, സ്കൂളിലേക്ക് എഴുതിക്കൊണ്ടോണം. ആണവ കരാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ പിടിച്ചിക്കാൻ കഴിയില്ല, എഴുതിക്കൊണ്ടോണം, അസൈൻമെന്റാണ്, അതുകൊണ്ട് എന്തെങ്കിലും പറയണമെന്ന്. ഈ വല്യപ്പ വീണ്ടും പറഞ്ഞു, ആണവ കരാറിനെ കുറിച്ച് എനിക്കൊരു അക്ഷരം അറിയില്ല, ഞാനൊന്നും വായിക്കാറില്ല, അതുകൊണ്ടല്ല എനിക്ക് പറയാനും കഴിയില്ല. ഈ കുട്ടി വിടാൻ കൂട്ടാക്കില്ല. നമ്മളെ കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടാതെ അവരെ പുറകുന്ന് പോകില്ല. ഈ കുട്ടി വീണ്ടും ചോദിച്ചപ്പോ അവസാനം ഗത്യന്തരില്ലാതെ ഈ വല്യ പറഞ്ഞു, മോനെ ഒരു കാര്യം എനിക്കറിയാം, ഇത് ഭാവിയിൽ എന്താ ഉപകാരമുള്ള സംഗതിയാണ് മാത്രം അറിയാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ചോദിച്ചാൽ വല്യ പെങ്ങളല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് ആണവ കരാറിനെ കുറിച്ച് ഒരു അക്ഷരം അറിയില്ല, പിന്നെ ഭാവിയിൽ ഉപകാരം ഉണ്ടാകുന്ന സംഗതിയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? വല്യ പറഞ്ഞു, മോനെ ഭാവിയിൽ ഉപകാരം ഉണ്ടാകുന്ന സംഗതി അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കാറില്ല, അതുകൊണ്ട് ഇതും ഭാവിയിൽ ഉപകാരം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ വരുമ്പോ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തുരങ്കം വെച്ചവർ. എക്സ്പ്രസ് ഹൈവേ നടപ്പിലാക്കിയാൽ എന്റെ MLA എവിടെ കിട്ടുന്നാണ് നിയമസഭയിൽ ഒരു MLA ചോദിച്ചത്. മെട്രോ റെയിൽ കൊണ്ടുവന്നാൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. ഘാട്ട് കരാർ നടപ്പിലാക്കിയാൽ തായ്ലൻഡിൽ നിന്ന് പച്ചക്കറി വാങ്ങേണ്ടി വരും. ASEAN കരാർ നടപ്പിലാക്കിയാൽ നമ്മുടെ വെറ്റുകാരുടെ തൊഴിൽ നഷ്ടമാകും. കമ്പ്യൂട്ടർ വന്നാൽ യുവാക്കളുടെ തൊഴിൽ നഷ്ടമാകും. മോണോ റെയിൽ നടപ്പിലാക്കിയാൽ മലയാളിയുടെ മോണക്ക് അസുഖം വരും. എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തുരങ്കം വെക്കുന്നവർ. എന്നിട്ടോ അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ പറഞ്ഞില്ലേ, ദേശാഭിമാനിയുടെ 12 കോടിയുടെ മുതൽ 3.5 കോടി പിടിച്ചില്ലേ? ഇവിടെ ഇപ്പോഴും മനസ്സിൽ, ഇവിടെ ഷാജി പറഞ്ഞതുപോലെ മനസ്സിൽ ഇപ്പോഴും ആത്മാർത്ഥമായി കമ്മ്യൂണിസ്റ്റ് കൊണ്ട് നടക്കുന്നവർ ആലോചിക്കട്ടെ. 12 കോടിയുടെ ദേശാഭിമാനി മുതൽ സ്വത്ത് 3.5 കോടിക്ക് വിറ്റുവെങ്കിൽ പാലോറ മാതയുടെ കഥ പറഞ്ഞത് സഖാ VMS ആണ്. ഓർമ്മയില്ലേ സഖാക്കൾക്ക് പാലോറ മാത ആരാണ്? രജിസ്ട്രേഷൻ ഫീസ് അടക്കാൻ വേണ്ടി കയ്യിൽ പൈസ ഇല്ല. ടാറ്റയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പൈസ വാങ്ങൂല, EMS പറഞ്ഞതാണ്. ബിർളയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങില്ല, ഗോയങ്കയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങില്ല എന്ന് തീരുമാനമെടുത്തപ്പോ പാലോറ മാത പറഞ്ഞു, എന്റെ ഏക വരുമാനമാണ് എന്റെ പശു. ആ പശുവിനെ കറന്നു കിട്ടുന്ന പാലുപയോഗിച്ചിട്ടാണ് ഞാൻ ജീവിതം മുമ്പോട്ട് നിൽക്കുന്നത്. നിങ്ങൾ ടാറ്റയുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെ, ബിർളയുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെ, ഗോയങ്കയുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെ ദേശാഭിമാനി പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല.
ഞാൻ എന്റെ പശുവിനെ വിറ്റിട്ട് കിട്ടുന്ന പൈസ ദേശാഭിമാനിക്ക് വേണ്ടി സംഭാവന ചെയ്യാം. ആ പാലോറ മാത തന്റെ സ്വന്തം പശുവിനെ വിറ്റിട്ട് ആ പണം ഉപയോഗിച്ച് ദേശാഭിമാനിയിലേക്ക് സംഭാവന ചെയ്തു. ഇത് പറഞ്ഞത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന EMS ആണ്. നിങ്ങളോ ഇപ്പോൾ ഈ പുതിയ പിണറായി വിജയന്റെ ജയരാജന്മാരുടെ പാർട്ടി മാർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി, ലിസ് ചാക്കോന്റെ കയ്യിൽ നിന്ന് വാങ്ങി. മാതൃഭൂമി പത്രത്തിലെ 1-ാം പേജിൽ വാർത്ത വന്നപ്പോ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു കൊടുത്തോളാം. വാർത്ത വന്നില്ലെങ്കിൽ നമ്മളിത് അറിയോ? അപ്പൊ തിരിച്ചു കൊടുത്തോ നമുക്കറിയില്ല. മുമ്പൊരു രാത്രി ഒരു തേങ്ങാക്കള്ളൻ തെങ്ങിന്റെ മുകളിൽ കയറിയ ഒരു സംഭവം. ഒരു തേങ്ങാക്കള്ളൻ രാത്രി തെങ്ങിന്റെ മുകളിൽ കയറിയപ്പോ ഒരു ആചാര്യ ഇത് കണ്ടുപിടിച്ചു. ആചാര്യ ചോദിച്ചു, എന്താ ഈ രാത്രി തെങ്ങിന്റെ മുകളിൽ ചോദിച്ചു. ഇന്നില്ല ആചാര്യ, ഞാൻ താളി പറിക്കാൻ വേണ്ടി കയറിയാന്ന് പറഞ്ഞു. അപ്പൊ ആചാര്യ ചോദിച്ചു, തെങ്ങിന്റെ മുകളാണോ താളി? ഇത് കള്ളം പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോരുന്നത്. ഈ അഴിമതി നടത്തി എന്ന് മനസ്സിലായപ്പോ, ഈ ലിസ് ചാക്കോയുടെയും മാർട്ടിന്റെയും കയ്യിൽ നിന്നും പണം വാങ്ങി എന്ന് മനസ്സിലായപ്പോ അത് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. ഈ പാർട്ടിയെ നേരെയാക്കേണ്ടത് ആരാണ്? ഈ പാർട്ടിയുടെ തെറ്റു തിരുത്തേണ്ടത് ആരാണ്? കോൺഗ്രസുകാരാണോ? ലീഗുകാരാണോ? തെറ്റു തിരുത്തേണ്ട അവസരം എവിടെയാണ്? ഇവിടെ പെരിഞ്ഞനത്ത് സ്വന്തം പാർട്ടിക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രദേശത്ത് അവിടെയുള്ള അമ്മമാരോട് ബോർഡ് വെച്ചു. നിങ്ങൾ മനോരമ പത്രത്തിൽ ആ ഫോട്ടോ കണ്ടു. ഈ കാലം അത്രയും CPM-ന് വേണ്ടി മാത്രം വോട്ട് ചെയ്ത ആ പ്രദേശത്തെ അമ്മമാർ, CPM-കാർ റെഡ് ഫോർട്ട് ചെങ്കോട്ട എന്ന് അഹങ്കാരത്തോടെ പറയുന്ന തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്ത് അമ്മമാർ വെച്ചൊരു ബോർഡുണ്ട്. എന്താണ് ആ ബോർഡിൽ എഴുതി വെച്ചത്? സഖാക്കൾക്ക് ഇതുവഴി പ്രവേശനമില്ല എന്ന്. പെരിഞ്ഞനത്ത് വെച്ച ബോർഡ് ഈ നാടു നീളെ, ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ, ഈ സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് എത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. UDF-ന് എത്ര സീറ്റും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, UDF-ന് കിട്ടുന്ന സീറ്റുകൾ കാര്യം ഉറപ്പാണ്. LDF-ന് കിട്ടുന്ന സീറ്റുകൾ ഈ രാജ്യത്തിന്റെ മതേതര ചേരിയെ ദുർബലപ്പെടുത്തുകയും ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് നരേന്ദ്രമോദി കടന്നു വരുന്നതിന് അത് സഹായകരമാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടെ നോക്കിക്കണ്ട് ഏപ്രിൽ 10-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ മതേതര ചേരിക്ക് ശക്തി പകരാൻ വേണ്ടി UDF-ന് പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അഹമ്മദിന് കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് UDF.